ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എമി കാർമൈക്കിൾ എന്ന പെൺകുട്ടിയുടെ ജനനം. ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ മുതൽ അവൾ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു ഐറിഷ് പെൺകുട്ടി ആയിരുന്നിട്ടും അവളുടെ കണ്ണിലെ കൃഷ്ണമണികൾ പാശ്ചാത്യരുടേതുപോലെ കറുത്ത നിറത്തിലുള്ളതായിരുന്നു. കൂട്ടുകാരികൾക്കൊക്കെ അവരുടെ സൗന്ദര്യ സങ്കല്പത്തിലുള്ള ചാരനിറത്തിലുള്ള കൃഷ്ണമണികളും. കണ്ണാടിയിൽ നോക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകും. എന്തുകൊണ്ട് ദൈവം എന്നോട് മാത്രം ഈ ക്രൂരത കാണിച്ചു? എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ സൗന്ദര്യമുള്ള കണ്ണുകൾ നൽകിയ ദൈവം എന്നോട് മാത്രം ഈ പക്ഷഭേദം എന്തിനു കാണിച്ചു? ഇതൊക്കെയായിരുന്നു അവളുടെ വിഷമം. ഒരു ദിവസം വേദപാഠ ക്ലാസ്സിൽ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചു. നാം എന്ത് ചോദിച്ചാലും വാരിക്കോരി തരുന്നവനാണ് ദൈവം. അവൾക്ക് വലിയ പ്രതീക്ഷയായി. അന്ന് വൈകുന്നേരം എമി ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ കണ്ണിൻ്റെ നിറം കൂട്ടുകാരികളുടേതുപോലെയാക്കി തീർക്കണമേ. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. വിശ്വാസത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാത്തതാണ് മറുപടി ലഭിക്കാത്തതിന് കാരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു രാത്രി തൻ്റെ വിഷയത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ, തികഞ്ഞ വിശ്വാസത്തോടെ വളരെ നേരം അവൾ പ്രാർത്ഥിച്ചു. നാളെ നേരം വെളുത്ത് എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ കണ്ണുകളുടെ നിറം മാറിയിരിക്കണം. അങ്ങനെ ഒരു അത്ഭുതം ദൈവം ചെയ്യണം. പിറ്റേന്ന് പദവിയിലും നേരത്തെ അവൾ എഴുന്നേറ്റു. ഇന്നാണ് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന ദിവസം. അവൾ ഓടിച്ചെന്ന് കണ്ണാടി എടുത്ത് നോക്കി. എമി ഞെട്ടിപ്പോയി. കൃഷ്ണമണികൾ പഴയതുപോലെ തന്നെ. ദൈവം പ്രാർത്ഥന കേട്ടില്ല. പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തോട് അവൾക്ക് പരിഭവമായി. പിന്നീട് അവൾ കണ്ണിന്റെ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കാലം കടന്നുപോയി. പ്രായമായപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായി അവൾ സ്വയം സമർപ്പിച്ചു. ഇന്ത്യയിലേക്ക് വന്നു. തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണ വിദേശ സ്ത്രീകൾക്ക് നാട്ടുകാരുടെ സഹകരണവും അംഗീകാരവും ലഭിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഡുണാവൂരിൽ ആരും അവരെ വിദേശ വനിതയായി കണക്കാക്കിയില്ല. തങ്ങളിൽ ഒരാളായി തന്നെ എമി കാർമൈക്കിളിനെ അവർ പരിഗണിച്ചു. കാരണം പാശ്ചാത്യരുടേതുപോലെ ചാര കണ്ണുകളായിരുന്നില്ല എമിയുടേത്. മറിച്ച് ഇന്ത്യക്കാരുടേതുപോലെ തന്നെ കറുത്ത കണ്ണുകളായിരുന്നു എമിക്കുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയപ്പോൾ എമി തന്റെ ബാല്യത്തിലെ പ്രാർത്ഥനയോർത്തു. അവൾ നന്ദി പറഞ്ഞു, അന്ന് തന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നതിന്. ദേവദാസികളായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പുനരധിവാസത്തിനായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ എമി കാർമൈക്കിളിനെ ശക്തിയാക്കിയത് അവളുടെ പ്രാർത്ഥനയുടെ തിരസ്കരണമായിരുന്നു. സങ്കീർത്തനം 37 പറയുന്നു: കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിന് കാരണം ദൈവം ചെകിടനായതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കപ്പുറമായുള്ള നന്മകൾക്കായിട്ടുള്ളതായതുകൊണ്ടാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന,